അമ്മയിലെ പ്രശ്നങ്ങളാണ്. അമ്മയിലെ പ്രശ്നമെന്നൊക്കെ പറയുമ്പോൾ അവിടെ ഒരു എന്താ പറയുക, ഒരു സംവിധാനം ഉണ്ടായിരുന്നു അമ്മയിൽ. ജനാധിപത്യപരമായി തിരഞ്ഞെടുക്കപ്പെട്ട ഭാരവാഹികളുണ്ടായിരുന്നു. പക്ഷേ പൊടുന്നനെ ഒരു ജനറൽ ബോഡിയിൽ അവിശ്വാസം കൊണ്ടുവന്ന് ഇവരെ എല്ലാവരും പുറത്താക്കിയായിരുന്നു. തുടർന്ന് അവിടെ ഒരു അഡ്ഹോക് കമ്മിറ്റി നിലവിൽ വന്നു. ആ അഡ്ഹോക് കമ്മിറ്റിയുടെ കൺവീനറായിരുന്ന പിഷാരടി ഇപ്പോൾ ഇന്നലെ രാത്രി രാജിവെച്ചിട്ടുണ്ട്. അപ്പോൾ നേരത്തെ രാജിവെക്കുകയാണ്, അമ്മയിൽ നിന്ന് തന്നെ ഞാൻ പോവുകയാണെന്ന് പറഞ്ഞ അന്നത്തെ പ്രസിഡന്റ് ശ്വേതാ മേനോൻ ഇപ്പോൾ പറയുന്നു ഞാൻ രാജിവെച്ചിട്ടില്ല, ഔദ്യോഗികമായി ഞാൻ ആർക്കും കത്ത് നൽകിയിട്ടില്ല, അതുകൊണ്ട് ഞാൻ തന്നെയാണ് ഇപ്പോൾ അമ്മയുടെ പ്രസിഡന്റ്. അങ്ങനെ അവർ കോടതിയിലൊക്കെ പോയി കോടതിയിൽ അവർക്ക് അനുകൂലമായ വിധിയൊക്കെ സമ്പാദിക്കുകയും ചെയ്തു. പക്ഷേ അമ്മയിൽ എന്താണ് നടക്കുന്നതെന്ന് കൃത്യമായി അമ്മയിൽ അംഗങ്ങൾക്ക് പോലും അറിയാൻ പറ്റാത്തൊരവസ്ഥയിലാണ് കാര്യങ്ങളുടെ പോക്ക്. പല തരത്തിലുള്ള പ്രത്യാരോപണങ്ങൾ വരുന്നുണ്ട്. വലിയ അഴിമതി നടന്നായുള്ള ആരോപണം വരുന്നുണ്ട്. BJPക്ക് വേണ്ടി പ്രവർത്തിച്ചു എന്നുള്ള ആരോപണം വരുന്നുണ്ട്. അങ്ങനെ ഒരു സിനിമാ സംഘടനയിൽ, ഒരു സിനിമാ നടീനടന്മാരുടെ സംഘടനയിൽ ഉണ്ടാകേണ്ടതല്ലാത്ത ഒരുപാട് പ്രശ്നങ്ങൾ ആ സംഘടനയിൽ നിന്ന് പുറത്തു വരുന്നു. അതൊക്കെയാണ് നമ്മൾ വീണ്ടും വീണ്ടും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. നിഷാദ്, ഇന്നലെ സംഭവിച്ചതിനേക്കാൾ കൂടുതലായി ഇന്ന് സംഭവിച്ച സംഗതി എന്ന് വെച്ചാൽ ഇന്നിപ്പം പിന്നെ ശ്വേതാ മേനോനെതിരെ 2-3 മാലാ പാർവതി, ഉഷ ഹസീന, അൻസിബ, ഇവർ 3 വേറൊരാളും കൂടി വാർത്താസമ്മേളനം നടത്തിയിരുന്നു. വാർത്താസമ്മേളനത്തിലൊക്കെ അവർ പറഞ്ഞ പ്രധാനപ്പെട്ട ഒരാരോപണമായിട്ട് എനിക്ക് തോന്നിയത് ശ്വേതാ മേനോൻ BJPക്ക് വേണ്ടി പ്രവർത്തിച്ചു, BJPക്ക് വേണ്ടി സ്ഥാനാർത്ഥികൾ കൊടുക്കാൻ വേണ്ടിയുള്ള ആവശ്യത്തോട് അവർ അനുകൂലമായി പ്രതികരിച്ചു തുടങ്ങിയ കുറേ ആരോപണങ്ങളൊക്കെയാണ്. അപ്പം ഈ ശ്വേതാ മേനോൻ അധികാരത്തിൽ വന്നിട്ട് വളരെ കുറച്ച് ആയിട്ടുള്ളൂ. അപ്പോഴേക്കും ഒരു സംഘടനയെ ഈ തരത്തിൽ കൊണ്ടുപോകുമ്പോൾ അത് അവരുടെ റോള് മാത്രമാണോ, അല്ലെങ്കിൽ അവർക്ക് മുകളിൽ ആരെങ്കിലും ഉണ്ടായിരിക്കും? അല്ല, എനിക്ക് തോന്നി മലയാള സിനിമയുടെ സംഘടനയ്ക്കകത്ത് നടക്കുന്ന തർക്കത്തിന് 2 തരത്തിലുള്ള കാരണങ്ങളുണ്ട്. ഒന്നാമത്തേത് ഇപ്പോൾ അവസാനത്തെ ജനറൽ ബോഡി അവിശ്വാസപ്രമേയമല്ല, ആ ജനറൽ ബോഡിയിൽ അവസാനത്തെ കണക്കുകൾ ആവർത്തിച്ച് പല ആളുകൾ ചോദിച്ചു. ആ കണക്കുകൾക്കൊന്നും അവർക്ക് ഉത്തരം പറയാൻ കഴിഞ്ഞിരുന്നില്ല. ഉത്തരം പറയാൻ കഴിയാതെ ആവുകയും BJPയുടെ കയ്യിൽ നിന്ന് പൈസ വാങ്ങിച്ചൊന്ന് ബാബുരാജ് ഉറക്കെ ചോദിച്ചപ്പോൾ അതിന് മറുപടി വരാതെ ഇറങ്ങി പുറത്തു പോയിട്ട് ഞാൻ അമ്മയിൽ നിന്ന് തന്നെ ക്വിറ്റ് ചെയ്യുകയാണെന്ന് അവർ പ്രഖ്യാപിക്കുകയാണ് ചെയ്തത്. അവർ സ്വയം പ്രഖ്യാപിച്ചു, അമ്മയിൽ നിന്ന് തന്നെ പോവുകയാണെന്ന് പ്രഖ്യാപിച്ചു, ഞാനും എൻ്റെ കമ്മിറ്റിയും പോകണമെന്ന് പ്രഖ്യാപിച്ച് അവർ പോയതാണ്. അപ്പോൾ ഈ പ്രശ്നങ്ങളിലെല്ലാം 2 ഘടകങ്ങളെന്ന് ഞാൻ പറഞ്ഞത്, ഒന്ന് കണക്കുകളുമായി ബന്ധപ്പെട്ടതാണ്. ഭരണ നേതൃത്വത്തിലിരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും കണക്കുകൾ കൃത്യമായി കൊണ്ടുപോവുക, ഓഡിറ്റ് പക്കയായിരിക്കുക, എപ്പോഴും കണക്കുകൾ ജനറൽ ബോഡിയിൽ കൃത്യമായി അവതരിപ്പിച്ച് പോകുക എന്ന കാര്യത്തിൽ അവർ ഗുരുതരമായിട്ടുള്ള വീഴ്ച വരുത്തി. അവസാനത്തെ ജനറൽ ബോഡിയിൽ ചോദിച്ച കണക്കിനൊന്നും മറുപടി പറയാൻ പറ്റാതെ വന്നുകൊണ്ടാണ് അവർക്ക് രാജിവെച്ച് പോകേണ്ടി വന്നത്. രണ്ടാമത്തെ പ്രശ്നം വെച്ചാൽ സീരിയസ് ആയിട്ടുള്ള സംഗതിയാണ്. അതെന്താണെന്ന് ചോദിച്ചാൽ, മലയാള സിനിമ ഇത്ര കാലം നമ്മൾ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇത്രയും കാലം ഒരു സെക്യുലർ സ്പേസ് ആയിട്ട് നിന്നിട്ടുള്ളൊരു സംഗതിയാണ്. കേരളത്തിലെ മുഴുവൻ മനുഷ്യരെയും സ്വാധീനിക്കുന്ന വലിയ ഇൻഫ്ലുവൻസേഴ്സ് ആയിട്ടുള്ള ആൾക്കാർ വർക്ക് ചെയ്യുന്ന ഒരു ഏരിയയാണ്, അത് ഒരു മേഖലയാണ്. അവരുടെ ഏറ്റവും വലിയൊരു സ്ഥാപനമാണ് അമ്മ എന്ന് പറഞ്ഞ ആക്ടേഴ്സിൻ്റെ ഈ ക്ലബ്ബ് അല്ലെങ്കിൽ ഈ ഓർഗനൈസേഷൻ. അപ്പോൾ അതിനകത്ത് വലിയ തോതിൽ വർഗീയമായ സംഗതികൾ കൊണ്ട് തന്നെ വർഗീയമായി മുക്കാനുള്ള ശ്രമം നടക്കുന്നു. അത് ഒരാൾ ചെയ്യുന്നതാണെന്ന് വിചാരിക്കാൻ ഒരു നിവൃത്തിയുമില്ല. ഒരാൾ ആ പൊസിഷനിൽ നിൽക്കുകയും അതിനെ ആവർത്തിക്കുകയും ചെയ്യുക, അതിനുവേണ്ടി അതിന് സംരക്ഷണം കിട്ടുക എന്നൊക്കെ പറഞ്ഞാൽ വേറെ ഒരുപാട് ആൾക്കാർ അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നുണ്ടെന്ന് സാധാരണ നിലയ്ക്ക് വിചാരിക്കണം. പിന്നെ വേറൊന്ന്, BJP പോലൊരു പാർട്ടിയിൽ നിന്ന് പൈസ വാങ്ങിയിട്ട് അവർക്ക് സ്ഥാനാർത്ഥികളെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള നിന്ന് കൊടുത്തു എന്നുള്ള ആക്ഷേപം ചെറിയ ആക്ഷേപമല്ല. അതിനെ പൂർണ്ണ സ്വഭാവത്തിൽ നിഷേധിക്കാൻ ഇപ്പോഴും ശ്വേത റെഡിയായി വന്നിട്ടില്ല എന്ന് കാണണം. അപ്പോൾ ഇതാണ് അതാണ് ആവശ്യപ്പെട്ട അനുസരിച്ച്. അപ്പോൾ ഇതിനകത്തുള്ള സംഗതി T20 കുറച്ച് സ്ഥാനാർത്ഥികൾ കിട്ടിയിട്ടുണ്ട്. ലക്ഷ്മി പ്രിയയ്ക്കാണ് വോട്ടിലായിരുന്നു. അപ്പോൾ ഇതിലുള്ള കാര്യം ചോദിച്ചാൽ, ഒന്ന് അഴിമതിയാണ്. അഴിമതി കുറച്ചുകൂടി ഗൗരവം കുറഞ്ഞ കാര്യമാണെന്ന് ഞാൻ പറഞ്ഞു. ഏത് സംഘടനയ്ക്കകത്തും കണക്ക് അവതരിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട തർക്കമുണ്ടാവും. ആ കണക്കുകൾ വേണമെങ്കിൽ അവർക്ക് സെറ്റിൽ ചെയ്യാനുള്ള സമയമുണ്ട്, പരിശോധിച്ച് വീണ്ടും അവതരിപ്പിക്കാം, അല്ലെങ്കിൽ പുതിയ വരുന്ന അഡ്ഹോക് കമ്മിറ്റിക്ക് അത് പരിശോധിച്ച് തിരുത്തുകൾ ആവശ്യപ്പെടാം, ഇതൊക്കെ ചെയ്യാം. പക്ഷെ അതിനപ്പുറം ഞാൻ ഗൗരവത്തിൽ കാണുന്ന ഒരു സംഗതി എന്ന് വെച്ചാൽ, ഇതിനകത്ത് നടന്നിട്ടുള്ള ഈ വംശീയ ചാപ്പയടി അല്ലെങ്കിൽ വർഗീയത, ജിഹാദി എന്നും മേത്തച്ചി എന്നും ഒരാളെ വിളിക്കുക. ആ വിളിച്ച ഒരാൾക്ക് ഒരു രക്ഷയുമില്ലാതെ പുറത്തിറങ്ങി പോവേണ്ടി വരുന്നു, പോലീസിൽ കംപ്ലയിൻറ്റ് കൊടുക്കേണ്ടി വരുന്നു, പോലീസ് ആക്ഷൻ എടുക്കാതെ വരുമ്പോൾ കോടതിയെ സമീപിക്കേണ്ടി വരുന്നു. എന്ന് വെച്ചാൽ ഗുരുതരമായ ഒരു ആക്ഷേപം തൻ്റെ സഹപ്രവർത്തകർക്കെതിരെ ഉണ്ടായിട്ട് അതിനകത്ത് ഒരു നിലപാടും ഈ ശ്വേതാ മേനോൻ സ്വീകരിച്ചിട്ടില്ല. അങ്ങനെ സ്വീകരിക്കാതിരിക്കാൻ അൻസിബയുടെ കൂടി പ്രശ്നമുണ്ടാക്കിയാൽ നിങ്ങൾക്ക് സിനിമ ഇനി മേലുണ്ടാവില്ല, നിങ്ങൾ ഇൻഡസ്ട്രിയിൽ ഉണ്ടാവില്ല എന്നാണ് അവർ മാലാ പാർവതിയോട് പറഞ്ഞത്. അപ്പോൾ അതൊരു സീരിയസ് പ്രശ്നമാണ്. നമ്മൾ കുറേ ദിവസമായിട്ട് സംസാരിച്ചുകൊണ്ടിരുന്നത്, ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നില്ല. ആ പ്രശ്നം അവിടെ നിൽക്കുക. ഇന്ന് ശ്വേതാ മേനോൻ പറയുന്നു, നിങ്ങളുടെ പദവിയിൽ തന്നെ തുടർന്ന് പോരാട്ടം തുടരണം, ഓർഡറിലേക്ക് വന്ന ആൾക്കാരല്ല അമ്മയിലെ കാര്യങ്ങൾ തീരുമാനിക്കേണ്ടതെന്ന് മമ്മൂട്ടിയും മോഹൻലാലും എന്നോട് പറഞ്ഞു എന്നാണ്. മമ്മൂട്ടിയും മോഹൻലാലും എന്നോട് പറഞ്ഞു എന്ന്. അതായത് സ്വന്തം സിനിമാ മേഖലയും അതിന് നേതൃത്വം കൊടുക്കുന്ന ഒരു സംഘടനയും വർഗീയതയിൽ മുക്കാൻ ഒരു കൂട്ടം ആളുകൾ ആസൂത്രിതമായി ശ്രമിക്കുകയും
ആ ശ്രമത്തിന് കൂടെ നിന്ന് കൊടുക്കുകയോ മൗനസമ്മതം കൊടുക്കുകയോ ചെയ്ത ഒരു പ്രസിഡന്റിനോട് മമ്മൂട്ടിയും മോഹൻലാലും 2 മെഗാ താരങ്ങൾ നിങ്ങൾ തന്നെ അവിടെ ഇരിക്കണം, നിങ്ങൾ തുടരൂ എന്ന് പറയുന്നു. അതിനകത്തുണ്ടായിട്ടുള്ള വർഗീയ പരാമർശവുമായി ബന്ധപ്പെട്ട പ്രശ്നം പരിഹരിക്കണം, അതിൽ കുറ്റക്കാർക്കെതിരെ നടപടിയെടുക്കണമെന്ന് ഈ മെഗാ താരങ്ങൾ പറയുന്നില്ല എങ്കിൽ അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നങ്ങളിലൊന്ന്. രണ്ടാമത് ഞാൻ ഇന്നലെ പറഞ്ഞത്, ഈ സിനിമ എന്ന് പറഞ്ഞാൽ സിനിമക്കാരുടെ വെള്ളം കയറാത്തവരാണ്, അവർ കൊണ്ടു നടക്കുന്ന ഒന്ന്, ആരും ശ്രദ്ധിക്കേണ്ടതില്ല എന്നൊരു മൂഡിലാണ് പൊതുവെ രാഷ്ട്രീയക്കാരുള്ളത്. ഞാൻ ചോദിക്കുന്നത്, കേരളത്തിലെ ഏറ്റവും വലിയ ഒരു മേഖലയായ എൻ്റർടൈൻമെൻറ്റ് ഇൻഡസ്ട്രിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആളുകൾ പ്രവർത്തിക്കുന്ന ഒരു സ്ഥലത്ത് ഇത്തരം വർഗീയ പ്രവർത്തനം നടക്കുമ്പോൾ, ബോളിവുഡ് സ്റ്റൈലിൽ അത്തരം അസോസിയേഷനെ മുഴുവൻ ഹിന്ദുത്വത്തിൻ്റെ സംഘപരിവാറിൻ്റെയും വഴിയിലേക്ക് കൊണ്ടുപോകാനുള്ള വലിയ പ്ലാൻഡ് ഓപ്പറേഷൻ നടക്കുമ്പോൾ കേരളത്തിലെ സർക്കാർ എന്ത് പറയുകയാണ്, എന്ത് ചെയ്യാണ്? കേരളത്തിലെ സിനിമ മന്ത്രി എവിടെയാണ്? അതിനകത്തൊരു അവരുടെ ടേക്ക് എവിടെയാണ്? കേരളത്തിലെ പുരോഗമന രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെന്ന് അവകാശപ്പെടുന്ന ആളുകൾ, കക്ഷികൾ എവിടെയാണ് എന്ന് ചോദിക്കുന്നതാണ്. അവർക്ക് അഭിപ്രായം പറയണ്ടേ? അത് സിനിമക്കാരുടെ എന്തോ ഉറപ്പാണോ? ഇതെന്താ നടക്കുന്നത്? കേരളത്തിലെ പ്രോമിനൻ്റ് ആയിട്ടുള്ള ആയിട്ടുള്ള ആൾക്കാരും വേറെ ചില പ്രോമിനൻ്റ് ആക്ടേഴ്സിനെതിരെ ജിഹാദി മേത്തച്ചി ആരോപണം ഉന്നയിച്ച് അവരെ വർഗീയവാദിയാക്കാൻ ശ്രമം നടക്കുകയാണ്. അതിൻ്റെ പേരിൽ ആ സംഘടനയ്ക്കകത്ത് വിഭജനം ഉണ്ടാക്കുകയാണ്. ഇതിന് മുമ്പ് ഈ ദിലീപുമായി ബന്ധപ്പെട്ട കേസിനകത്ത് ഞങ്ങൾക്ക് നീതി കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞ് 4 നടിമാർ പ്രൊട്ടസ്റ്റ് ചെയ്ത് ഇറങ്ങിപ്പോയപ്പോൾ ആ ഇറങ്ങിപ്പോയത് അമ്മയെ ശിഥിലമാക്കാനുള്ള ശ്രമത്തിൻ്റെ ഭാഗമാണോ എന്ന് സംശയിക്കുന്നുവെന്ന് ആശങ്കപ്പെട്ട പാർട്ടിയാണ് CPIM. സംസ്ഥാന സെക്രട്ടേറിയറ്റ് കുറിപ്പിറക്കി ഈ വിഷയത്തിൽ ഇരയ്ക്കൊപ്പം നിൽക്കുകയും നീതിപൂർവമായ നടപടികൾ ഉണ്ടാവുകയും ചെയ്യണം. രണ്ടാമത്തെ ഖണ്ഡിക, പക്ഷേ അതിൻ്റെ പേരിൽ അമ്മയെ വിഭജിക്കാനുള്ള ശ്രമങ്ങളോട് നമുക്ക് യോജിക്കാൻ കഴിയില്ല. അമ്മയെ വിഭജിക്കാനല്ല ഒന്നും ശ്രമിച്ചിട്ടില്ല. ഞാൻ ആവർത്തിച്ച് എപ്പോഴും പറയുന്നത്, ഈ സിനിമക്കാരുടെ പ്രശ്നങ്ങൾക്കകത്ത് വളരെ കൃത്യമായിട്ടുള്ള പൊളിറ്റിക്കൽ പൊസിഷൻ രാഷ്ട്രീയ പാർട്ടിയിൽ എടുക്കണം, അഭിപ്രായം പറയണം. കാരണം ഇതൊരു വലിയ മേഖലയാണ്, സർക്കാരിൻ്റെ കൂടെ സഹകരണത്തോടെ പോകുന്ന ഒരു ഇൻഡസ്ട്രിയാണ്, അല്ലേ? അവരുടെ സ്വന്തം വീട്ടിലെ കാര്യമല്ലോ ചെയ്തത്, ഒരു ഇൻഡസ്ട്രിയാണ്. ഗവൺമെൻറ്റിനകത്ത് കൺട്രോളും മോണിറ്ററിങ്ങും ഉള്ള ഒരു ഇൻഡസ്ട്രിയാണ്. അതിനിവിടെ ഒരു വകുപ്പുണ്ട്. ആ വകുപ്പിനകത്ത് നടക്കുന്ന മോശം സംഗതികൾ അതൊരു പോലീസ് കേസായി പോലും വികസിച്ചു കഴിഞ്ഞു. എന്താ സർക്കാർ മിണ്ടാത്തത്? പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടികൾ മിണ്ടാത്തതാണ്. അതൊരു ഒരർത്ഥത്തിൽ സിനിമയിലെ തൊഴിലാളികൾ വർക്ക് ചെയ്യുന്ന എന്ന വിശദീകരണം കൂടി ഉണ്ടല്ലോ. അങ്ങനെ നോക്കുമ്പോൾ തൊഴിലവകാശ തൊഴിലാളി പാർട്ടികൾ ആ കാര്യത്തെക്കുറിച്ചുള്ള അഭിപ്രായം പറയാത്തത് എന്താണ്? ഇത് സീരിയസ് ആയിട്ടുള്ള കാര്യമാണ്. ഇപ്പോൾ ചില മാധ്യമ സ്ഥാപനങ്ങളൊക്കെ പറയുന്നത് കേട്ടു, അമ്മയിലെ ഈ തമ്മിൽ തലൊന്നും ഞങ്ങൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നില്ല എന്ന്. അത് വേറെ പണിയുണ്ട്, വാർത്തയാക്കുന്നില്ല എന്ന്. വാർത്തയാക്കുന്ന വെച്ചാൽ ഇതെന്തോ തമാശ കളിയാ? സീരിയസ് ആയിട്ടുള്ള പ്രശ്നം, ഒരാളുടെ ഐഡൻറ്റിറ്റിയെയും അയാളുടെ വ്യക്തിത്വത്തെ ആക്രമിക്കുന്ന സീരിയസ് സംഗതി നടക്കുന്നു. അതൊരു വ്യക്തിയുടെ പ്രശ്നം മാത്രമല്ല, അതൊരു സംഘടനയെ മൊത്തം പൊല്യൂട്ട് ചെയ്യാനുള്ള വളരെ ആസൂത്രിതമായിട്ടുള്ള പരിപാടി നടക്കുകയും അതിൻ്റെ കമ്മിറ്റിയും അതിൻ്റെ പ്രസിഡൻറ്റും അതിന് പിന്തുണ കൊടുക്കുകയും ചെയ്യുമ്പോൾ ഇങ്ങനെ മൗനമായിരിക്കുക, ഇങ്ങനെ ക്വിറ്റ് ചെയ്ത് നിൽക്കുക എന്ന് പറഞ്ഞ പൊസിഷൻ ശരിയല്ലെന്നാണ് ഞാൻ പറയുക. അതുകൊണ്ട് ഇന്ന് ശ്വേതാ മേനോൻ പറഞ്ഞിരിക്കുന്നു, മമ്മൂട്ടിയും മോഹൻലാലും എനിക്ക് പിന്തുണ തന്നിട്ടുണ്ട്. അൻസിബയുടെ കേസിൽ നിങ്ങൾ ആരും അൻസിബയെ പിന്തുണയ്ക്കാൻ പാടില്ല എന്ന് ഭീഷണിപ്പെടുത്തിയെന്ന് മാലാപാർവതി എന്ന് പറഞ്ഞു ശ്വേതയെക്കുറിച്ച്. ആ ശ്വേതയോട് തുടർന്നോളൂ, പോരാടിക്കോളൂ എന്ന് മമ്മൂട്ടി പറഞ്ഞിട്ടുണ്ടെങ്കിൽ, മോഹൻലാൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അവരാണ് അതിനകത്ത് വിശദീകരണം നൽകേണ്ട ആൾക്കാർ. അതായത് ഒരു ഘട്ടത്തിലും ദുർബലയായിട്ടുള്ള ഒരു വിമൻ ഫൈറ്ററോട് ഞങ്ങൾ ഒരു അനുതാപവുമില്ല. വേണമെങ്കിൽ നിങ്ങൾ ഇറങ്ങി പുറത്തു പോയി പോലീസ് കേസ് കൊടുക്കുക. പോലീസ് കേസ് കൊടുത്തിട്ട് നിങ്ങൾ ഇപ്പോൾ എന്താ സംഭവം? പോലീസിൻ്റെ കേസെടുക്കാത്തത്? പോലീസ് പോലും കേസെടുക്കാത്തത് പ്രശ്നം വെച്ചാൽ കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്തെ ഈ അമ്മയിലെ നേതാക്കളുടെ ഒരു ആരാധകനായിരുന്നു, അതിൻ്റെ വകുപ്പ് മന്ത്രിയായിരുന്നു കഴിഞ്ഞ മുമ്പ് സർക്കാരിൻ്റെ കാലത്ത് AK ബാലൻ. അദ്ദേഹത്തെ മോഹൻലാൽ കാണുന്ന ഓർമ്മയുണ്ട്. അപ്പോൾ അമ്മയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നിങ്ങളങ്ങ് നടത്തിക്കോ. അമ്മയിലെ അവകാശ ലംഘനങ്ങളോ സ്ത്രീകൾക്കെതിരായിട്ടുള്ള അതിക്രമങ്ങളോ അതൊന്നും ഞങ്ങൾ അവിടെ വരുന്നില്ല. അത് നിങ്ങളുടെ ഒരു ഏരിയ എന്ന മട്ടിൽ അങ്ങോട്ട് എഴുതി കൊടുത്തിരിക്കുകയാണ്. അതിൻ്റെ യാതൊരു ആവശ്യമില്ല. ഇതൊരു ഇൻഡസ്ട്രി ആണെങ്കിൽ ആ ഇൻഡസ്ട്രിക്ക് അത് മനുഷ്യർ ഇടപെടുന്ന സ്ഥലമാണെങ്കിൽ അതിനകത്തുണ്ടാകുന്ന പ്രശ്നങ്ങൾ ഇടപെടാനും അഭിപ്രായം പറയാനും ബാധ്യതയുണ്ട്. സിംപ്ലി ഒരു കാര്യം വളരെ ക്ലാരിറ്റിയിൽ വരികയാണ്. ഈ വലിയ ഡയലോഗ് സിനിമയിൽ പറയുന്ന താരങ്ങൾ, മമ്മൂട്ടിയുടെയൊക്കെ സേ എവിടെയാണ്? ഒരു പരിഹാരം ഉണ്ടാക്കുന്ന ഏറ്റവും സീനിയർ മോസ്റ്റ് ആയിട്ടുള്ള സൂപ്പർ താരം അദ്ദേഹം ഇതിന് പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാക്കേണ്ട ആളല്ലേ, ഇടപെടേണ്ട ആളല്ലേ? അതിനെക്കുറിച്ച് മാധ്യമങ്ങൾ ചോദിച്ചപ്പോൾ അദ്ദേഹം ചിരിച്ച് തള്ളുക ചെയ്തത്. ചെറിയ പ്രശ്നങ്ങളില്ല, അതൊക്കെ അങ്ങ് പൊക്കോളുമെന്ന്. അങ്ങനെ ചെയ്യണ്ടേ? എന്നിട്ട് ഇപ്പോഴും ആ സ്ത്രീകൾ കുറേ പേര് പുറത്തു വന്ന് വിലാപം പറയുകയാണ്. സോ ഇതിനകത്ത് ഞാൻ പറഞ്ഞത്, എനിക്ക് പുതുതായി പറയാൻ തോന്നുന്ന കാര്യം, സർക്കാർ ആൻഡ് താര നേതൃത്വം അവർ ഈ സീരിയസ് ആയിട്ടുള്ള ഇഷ്യൂവിനെ അവഗണിക്കുന്നത് കേരളത്തോട് ചെയ്യുന്ന ക്രൈമാണെന്ന് ഞാൻ പറയും. മമ്മൂട്ടിയോട് അന്ന് പത്മഭൂഷൺ വാങ്ങി തിരിച്ചു വരുമ്പോൾ മാധ്യമങ്ങൾ ചോദിച്ചിരുന്നു. അപ്പോൾ അദ്ദേഹം പറഞ്ഞ് അങ്ങനെ പ്രശ്നമുണ്ട്, അതങ്ങനെ തീരും എന്നുള്ള വളരെ ലാഘവത്തോടു കൂടിയുള്ള മറുപടിയാണ് പറഞ്ഞത്. പക്ഷേ ഇന്ന് ശ്വേതാ മേനോൻ പറയുന്നു മമ്മൂട്ടി മോഹൻലാലും ഒക്കെ അവരുടെയൊക്കെ പിന്തുണ എനിക്കുണ്ട് എന്ന് പറയുന്നു. അപ്പോൾ ഈ സൂപ്പർ താരങ്ങൾ അവസാന വാക്കാകുന്നത് എത്രത്തോളം ഗതികേടാണ്? അല്ല, മമ്മൂട്ടിയുടെ മോഹൻലാലിനും പിന്തുണയുണ്ടെന്ന് ശ്വേതാ മേനോൻ പറയുകയാണ് ചെയ്തത്. അവർ അത് എൻഡോസ് ചെയ്യുകയോ നിഷേധിക്കുകയോ ചെയ്തിട്ടില്ല. അതുകൊണ്ട് ആ പ്രസ്താവന അങ്ങനെ തന്നെ നിൽക്കുകയാണ്. പക്ഷേ അവരങ്ങനെ പബ്ലിക് സ്റ്റേറ്റ്മെൻറ്റ് നടത്തിയതോടുകൂടി അതിൽ ക്ലാരിറ്റി വരുത്തേണ്ട ഉത്തരവാദിത്വം മമ്മൂട്ടിക്ക് മോഹൻലാലിനുണ്ട്. കാരണം തങ്ങളുടെ കൂടെ ഭാഗമായിട്ടൊരു ഫ്രട്ടേണിറ്റിയിൽ അതിൻ്റെ ആ ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യുന്നൊരു സംഘടനയിൽ, ആ സംഘടനയുടെ ഓഫീസ് ബിയറാണ് അൻസിബ എന്ന് പറയുന്നത്. ജോയിൻറ്റ് സെക്രട്ടറി അല്ലേ നിഷാദ്? ജോയിൻറ്റ് സെക്രട്ടറി അൻസിബ ബോർഡ് വിളിച്ച് വന്നതല്ല. അൻസിബ നോമിനേഷൻ കൊണ്ട്
നോമിനേഷൻ കൊടുത്ത് തിരഞ്ഞെടുക്കപ്പെട്ട ആളാണ്. അങ്ങനെ വന്ന ഒരു ജോൺ വെച്ചാൽ അവരുടെ എന്താണ് ഓഫീസ് ബിയറായിട്ടുള്ള അവരുടെ കൊളീഗായിട്ടുള്ള ഒരു സ്ത്രീ ഗുരുതരമായിട്ടുള്ള പരാതികൾ ഉന്നയിക്കുകയാണ്, പൊതുസമൂഹത്തിന് മുമ്പിൽ ഉന്നയിക്കുകയാണ്, പിന്നെ പോലീസ് സ്റ്റേഷനിൽ പറയുകയാണ്, കോടതിയിൽ പറയുകയാണ്. അതൊക്കെ അങ്ങ് പൊക്കോളും എന്ന് പറയും. അപ്പോൾ അതിൽ കുറ്റക്കാരിയാണ് അല്ലെങ്കിൽ അതിൻ്റെ പിറകിൽ ഇന്ന ആളാണെന്ന് പറയുമ്പോൾ അവർ തന്നെ നേതാവാകട്ടെ എന്ന് പറയുന്നതിൽ എന്താ അർത്ഥമുള്ളത്? ഇനി എനിക്കതിന് മനസ്സിലാകാത്തത്, രാജിവെച്ചു എന്ന് പബ്ലിക്കായിട്ട് പ്രസ്താവിച്ച ഒരാൾ എങ്ങനെയാണ് അത് രാജിവെച്ചിട്ടില്ല എന്ന് പറയുക? എന്താ അവരുടെ സ്റ്റാറ്റസ് എന്താ? ഇപ്പോൾ ഈ അമ്മയ്ക്ക് ഇത് ഒരു ഇത് വൈലൊക്കെ ഉണ്ടാവില്ല, ഒരാൾ രാജിവെച്ചാൽ എന്താണ് അതിൻ്റെ ഫംഗ്ഷൻ എങ്ങനെയാണ് എന്നതിനെക്കുറിച്ച് എന്താ പറയുന്നത്? അങ്ങനെയൊന്നും വേണ്ടേ? ഇതിലൊക്കെ ക്ലാരിറ്റി വരുന്നുണ്ട്. ഇപ്പം പോലീസ് ഇതെന്തോ തമാശ പറഞ്ഞതാണെന്ന് പറഞ്ഞു. ഇത് മൊത്തത്തിലൊരു ഇത് തമാശയല്ല. അപ്പോൾ ഇതൊരു സീരിയസ് ആയൊരു സംഗതിയാണ്. ഞാൻ മുമ്പ് പറഞ്ഞു അമ്മയുടെ ഏറ്റവും ഒരു പ്രശ്നം എന്ന് വെച്ചാൽ അമ്മ ഇങ്ങനെ എന്താണ് അവാർഡ് നിശ, പിന്നെ എന്താണ് സ്റ്റാർ താരനിശ, ഇങ്ങനെയൊക്കെയുള്ള പരിപാടികളൊക്കെ നടത്തി, അതൊക്കെ അടിപൊളി ഗംഭീരമായിട്ട് നടക്കും, നല്ല കാര്യം തന്നെ. ഒരു സംഘടനക്ക് അങ്ങനെ മാത്രം പോകാൻ പറ്റില്ല. നിർണായകമായ സന്ദർഭങ്ങളിൽ ഒരു നിലപാടെടുക്കേണ്ട സന്ദർഭം വരുമ്പോൾ നിലപാടെടുക്കാൻ സാധിക്കണം. അതിൽ ഭയങ്കര എന്താണ് സിനിമയിൽ ഡയലോഗ് അടിക്കുന്ന ആൾ കാണും, താരരാജാക്കന്മാരാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണ്, വൻ ഫാൻ ബേസ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഒരു നിലപാടെടുക്കേണ്ട സന്ദർഭത്തിൽ ഇവരെല്ലാം ദുർബലരായി നിൽക്കുകയാണ് നമ്മൾ കാണുന്നത്. ദിലീപിൻ്റെ സന്ദർഭത്തിൽ, ഹേമ കമ്മിറ്റിയുടെ സന്ദർഭത്തിൽ, പാൻസിബിയുടെ സന്ദർഭത്തിൽ നീതിയുടെ ഒരു വിഷയം വരുമ്പോൾ അല്ലെങ്കിൽ അനീതിയുടെ ഒരു വിഷയം വരുമ്പോൾ ഒരു പൊസിഷൻ എടുക്കാൻ സാധിക്കാത്ത ദുർബല മനുഷ്യർ അവരാണിവർ. ദുർബല മനുഷ്യരാണെന്ന് മാത്രമല്ല ആ ദൗർബല്യം സംഘടനയാകെ ബാധിച്ചിരിക്കുകയാണ്. ഇത്രയും ഫണ്ടുള്ള ഒരു സംഘടന ഒരുപക്ഷെ കേരളത്തിൽ ഉണ്ടാവില്ല, അല്ലെങ്കിൽ ഇത്രയും ഫണ്ട് ജനറേറ്റ് ചെയ്യാൻ പറ്റും. നിമിഷാർത്ഥ നേരം കൊണ്ട് എത്രയും ഫണ്ട് അവർക്ക് ജനറേറ്റ് ചെയ്യാൻ പറ്റും. അതിനുള്ള എന്താണ് സെല്ലബിലിറ്റി ഉള്ള ആളുകളാണ് അതിലുള്ളത്. അങ്ങനെ ഒരു സംഘടന അവരുടെ ഒരു ജോയിൻറ്റ് സെക്രട്ടറി ഒരു പ്രശ്നമായിട്ട് വരുമ്പോൾ അതിലൊരു നിലപാടെടുക്കാൻ സാധിക്കാതെ ദുർബലമായി നിൽക്കുകയാണ്. ഇങ്ങനൊരു സംഘടന മുമ്പോട്ട് പോകാൻ പറ്റില്ല. അത് ജഡമാണ്. ഒരു സംഘടന എന്ന് പറയുമ്പോൾ ആക്ട് ചെയ്യണ്ടേ, അങ്ങനെ ആക്ട് ചെയ്യാനുള്ളൊരു കപ്പാസിറ്റി ഉണ്ടാവണ്ടേ, അതില്ലാതെ ഒരു നിൽക്കുകയാണ്. അതുകൊണ്ട് ഒരു നിലപാടെടുക്കാൻ സാധിക്കാതെ പോകുന്ന ഈ സംഘടനയുടെ സംസ്കാരം അതിലെ ഒരു ഒടുവിലത്തൊരു എപ്പിസോഡാണ്. ആ സംഘടനയെ തന്നെയാണ് ഇല്ലാതാക്കുക. അതുകൊണ്ട് വിഷയങ്ങൾ പഠിക്കുക, മെറ്റിക്കുലസ് ആയിട്ട് പഠിക്കുക, എവിടെയാണ് വിഷയം, അതിൽ എല്ലായിടത്തും ഞാൻ പറയുന്നില്ല ആർക്കെങ്കിലും ആക്ഷൻ എടുക്കുക അങ്ങനെയൊന്നും പറയും. അതിൽ ഒത്തുതീർപ്പുകൾ എത്താൻ പറ്റുമെങ്കിൽ പരസ്പരം സംസാരിച്ച് തീർക്കുക, അങ്ങനെ ചെയ്യണം. അല്ല അതൊക്കെ ചെറിയ പ്രശ്നം, അതങ്ങ് തീർന്നോളും. നീ തന്നെ രാജിവെച്ച ആളോട് നീ തന്നെ തുടർന്നോളൂ, രാജിവെച്ച ഒരാളോട് നീ തന്നെ തുടർന്നോളൂ എന്ന് മറ്റൊരാൾ പറയുക, അങ്ങനെയാണ് ഒരു സംഘടന രീതി. അപ്പോൾ ഈ ഒരു മണമണാഞ്ഞം പരിപാടിയായിട്ട് ഒരു സംഘടനക്കും സമൂഹത്തിൽ പ്രവർത്തിക്കുന്ന സംഘടനക്ക് മുമ്പോട്ട് പോകാൻ പറ്റില്ല. നിലപാടുകൾ ഉണ്ടായിരിക്കണം. യെസ്, ഒരു സംഘടന അതിന് നിലപാടുകളില്ല, സ്വന്തം മക്കളോട് കരുതലില്ല, മക്കളോട് പലരോടും പല രീതിയിൽ പക്ഷപാതിത്വം കാണിക്കുന്നു. എന്നിട്ട് ആ സംഘടനയ്ക്ക് അമ്മ എന്ന പേര് വിടുന്നു. ഏറ്റവും ചുരുങ്ങിയത് ആ പേര് തന്നെ ഒന്ന് മാറ്റണമെന്ന് അപേക്ഷിച്ചുകൊണ്ട് ഇന്നത്തെ ഔട്ട് ഫോക്കസ് ഇവിടെ പൂർത്തിയാകുന്നു.